പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കും ഫോറിൻ യൂണിവേഴ്സിറ്റിക്കും വേണ്ടി വാദിച്ചു എന്നാണ്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ പണമില്ല എന്നുള്ളൊരു സത്യമാണ്. ഒരു സിലബസ് കമ്മിറ്റിക്ക് ആളുകളെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിന് ബജറ്റില്ല. അവർ പറഞ്ഞത് 50% ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വന്നാലേ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാനിത് മുന്നോട്ട് വെച്ചത്. കുട്ടികൾ പുറത്തേക്ക് എന്തായാലും പോകും. അവർക്ക് സൗകര്യവും പണവും ഉണ്ടെങ്കിൽ പുറത്ത് പോയി പഠിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. നമ്മളൊക്കെ ഇവിടെ പഠിക്കുന്നത് നമ്മുടെ പേരൻസിന് പണം ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ടാണ്. അത് പല കുട്ടികളും കാനഡയിലൊക്കെ പോയിരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് പഠനം മാത്രമല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഫാമിലി കൺസ്ട്രെയിൻറ്റ്, ഒരുപാട് ഡിസിപ്ലിൻ, എവിടെ പോകുന്നു, രാവിലെ പോയി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ലിബറേഷൻ വേണമെന്നുകൂടെ കുട്ടികൾക്കൊരാഗ്രഹമുണ്ട്. ഇവിടെ കേരളത്തിലെ എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ അല്ല, ഇത് മിഷണറീസിൻ്റേത് അല്ലെങ്കിൽ NSSൻ്റെ SNDP. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനോട് ഇത്ര വലിയ വിരോധം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം അത് നമ്മൾ പരിചയപ്പെട്ടതാണ്. പ്രധാനമന്ത്രി 7 തവണയാണ് UAE സന്ദർശിച്ചിരുന്നത്. അമേരിക്കയിൽ പോലും അതേ 7 തവണ പോയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് മാത്രം ഒരു വെൽക്കം എവിടെ നിന്ന് കിട്ടിയ ഒന്നാമത്തേത്. രാമക്ഷേത്രം ഉണ്ടാക്കിയതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ബാപ്സ് ടെമ്പിൾ ഇവിടെ വരുന്നത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഒരു സ്പെഷ്യൽ അതിഥിയാണ് ഉള്ളത്. മുൻ അംബാസിഡറും നയതന്ത്രജ്ഞനും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ ചെയർമാനുമായിട്ടുള്ള ശ്രീ TP ശ്രീനിവാസനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സാർ സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ സാറ് UAE-ലാണുള്ളത്. വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടാണ്. പ്രത്യേകിച്ചും സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പ്രവാസി കുട്ടികൾക്ക് കൂടുതലൊരു അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? എന്താണ് വിശദമായിട്ട് പറയാമോ? ഇതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു IAS അക്കാഡമി മാത്രമല്ല. IAS ICRA എന്ന് പറയുന്നത് അതൊരു അറബിക് വേർഡാണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പൊതുവെ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സിവിൽ സർവീസ് എന്ന് പറയുന്നത് പരീക്ഷ മാത്രമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും ഉള്ള ട്രെയിനിങ് കൊടുക്കുക ഈ കുട്ടികൾക്ക് എന്നുള്ളൊരു നല്ലൊരു സംരംഭമാണ്. അതിൽ ആർട്സ് ഉണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, കരാത്തെ വരെ ഉണ്ട്. അപ്പം ഒരു ഓവറോൾ ഇതിന് കോഴ്സിന് പോകുന്ന ആരും സിവിൽ സർവീസ് കിട്ടിയാലും ഇല്ലെങ്കിലും അവർക്കൊരു റൗണ്ടഡ് പേഴ്സണാലിറ്റി ഉണ്ടാകാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സിവിൽ സർവീസ് ട്രെയിനിങ് കൂടെ കിട്ടിയാൽ അവർക്ക് സാധ്യതകൾ കൂടുതലുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ കുട്ടികൾക്ക്, ഇതിപ്പോൾ ഇന്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയുള്ളവരാണ്, വിശേഷിച്ചും കേരളത്തിൽ തിരിച്ചു പോകാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. സിവിൽ സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ഇന്ത്യ ഓറിയൻറ്റഡ് എക്സാമിനേഷനാണ്. അതുകൊണ്ട് പുറത്തു പോകുന്ന കുട്ടികൾക്ക് അതിൽ താല്പര്യം സാധാരണ കാണാറില്ല. അപ്പോൾ ആ താല്പര്യം സൃഷ്ടിക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക, അവരെ എന്നിട്ട് സിവിൽ സർവീസിന് അയക്കുക എന്നുള്ളൊരു നല്ലൊരു പ്രോഗ്രാമാണ് അവരിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് വിജയകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഏത് ക്ലാസ് മുതലുള്ള കുട്ടികൾക്കായിരിക്കും? അത് 2 തരത്തിലുണ്ട്. ഒരു റെഗുലർ പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, ഓരോ വർഷം എഴുതുന്നത്. അതിനുള്ളൊരു ഗ്രാജുവേറ്റ്സ് ആയവർ വന്ന് അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ അതിനേക്കാളും കൂടുതൽ കുട്ടികൾ വരാൻ സാധ്യതയുള്ളത് 8 to 10 and 10+12, 10 to 12 അങ്ങനെയുള്ളവർക്ക് വീക്കെൻഡ്സിൽ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അതൊരു 2 or 3 years കഴിഞ്ഞിട്ടായിരിക്കും അവർ പരീക്ഷ എഴുതുന്നത്. അങ്ങനെയുള്ളൊരു ഫൗണ്ടേഷണൽ കോഴ്സുണ്ട്, അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ കുട്ടികൾ മെയിൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രിലിംസിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഇപ്പോൾ ഫെബ്രുവരി ആദ്യം നമുക്കറിയാം കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിൻ്റെ കൂടെ ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ടായിരുന്നു. വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നു, അതുപോലെ തന്നെ സ്വകാര്യ നിക്ഷേപം, സ്വകാര്യ സർവകലാശാലകളുടെയൊക്കെ ഒരു സാധ്യത പരിശോധിക്കുമെന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ ഉൾപ്പെടെ പ്രതികരണവും നമ്മൾ കണ്ടതായിരുന്നു സ്വാഗതം ചെയ്യുന്നതായിട്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിലൊരു പുനർവിചിന്തനം ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. PB വീണ്ടും ഇക്കാര്യം ചർച്ച ചെയ്യും, വിദേശ സർവകലാശാലകളുടെ വരവിനെക്കുറിച്ച് ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു സംസാരം കൂടി കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാർ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇപ്പോൾ ഈ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും മറ്റുള്ളവരും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പണ്ട് എതിർത്ത അതേ കാര്യം തന്നെ അവർ കൊണ്ടുവരാൻ തീരുമാനിച്ചു. നമ്മളെല്ലാ മാധ്യമങ്ങളിൽ 2016 കണ്ടതാണല്ലോ. അതെ, അതൊക്കെ വീണ്ടും ഓർക്കേണ്ടി വന്നു. പക്ഷേ എന്നാലും എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം അവസാനം ഇത് അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഒരു വൈകി വന്ന വിവേകം എന്ന് മാത്രമേ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുള്ളൂ. അത് വെൽക്കം ചെയ്യുന്നുവെന്നും പറഞ്ഞു. അതിന് കഴിഞ്ഞിട്ടാണ് ബജറ്റിൽ വന്നപ്പോൾ അത് കുറച്ചും കൂടെ ഒഫീഷ്യലായിട്ട് വന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി. അപ്പോൾ അതിലവർ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് കൂടെ ഉൾപ്പെടുത്തി.
അതിൽ ഞാൻ അതിശയിച്ചു. കാരണം ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവരിക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളതല്ല. സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു ബില്ല് ലോക്സഭയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ബില്ലുണ്ട്. പക്ഷേ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. കാരണം അതിനകത്ത് ഒരുപാട് താല്പര്യങ്ങളുള്ള ആളുകളുണ്ട്. ഈ സ്വന്തം യൂണിവേഴ്സിറ്റികളുള്ള ആളുകളും ഒക്കെ പാർലമെൻറ്റിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അത്ര മുന്നോട്ട് പോയില്ല. അതായത് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതിന് കേരളത്തിനല്ല റോള്. അല്ല, അതെ, അവർ കേന്ദ്രത്തിലൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് അതിനകത്ത് ഹെൽപ്പ് കൊടുക്കേണ്ടി വരും. ആ ഹെൽപ്പാണ് ഇതിൽ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദേ മേഡ് എ പ്രൊവിഷൻ ഫോർ ദാറ്റ്. അപ്പോൾ അത് വളരെ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് എൻ്റെ പ്രപ്പോസൽ ആയിരുന്നില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കും ഫോറിൻ യൂണിവേഴ്സിറ്റിക്കും വേണ്ടി വാദിച്ചു എന്നാണ്. അത് ശരിയല്ല. എൻ്റെ റിപ്പോർട്ടിലൊന്നും ഫോറിൻ യൂണിവേഴ്സിറ്റി പറ്റിയില്ല. ഫോറിൻ സർവീസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. അത് UGC പണ്ടേ അനുവദിച്ചിട്ടുള്ളതാണ് എന്നേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അതിങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. നമ്മുടെ യഥാർത്ഥം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ പണമില്ല എന്നുള്ളൊരു സത്യമാണ്. ഒരു സിലബസ് കമ്മിറ്റിക്ക് ആളുകളെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിന് ബഡ്ജറ്റില്ല. അപ്പോൾ അത്ര വളരെ കൺസ്ട്രെയിൻസ് ഉള്ള സ്ഥിതിയിൽ കഴിയുന്നത്ര പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അന്ന് ശ്രീ നാരായണമൂർത്തിയുടെ ഒരു കമ്മീഷൻ തന്നെ അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിരുന്നു. അവർ പറഞ്ഞത് 50% ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വന്നാലേ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാനിത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഞങ്ങൾ ബില്ലുണ്ടാക്കി എന്ത് തരത്തിലുള്ള, കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട്. നമുക്ക് റിസർവേഷൻസ് ഉണ്ട്, സ്കോളർഷിപ്പ്, ഇത് വലിയ എക്സ്പെൻസീവ് ആകുന്നുള്ള പരാതികൾ. അങ്ങനെ ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെ ബിഹേവ് ചെയ്യണം, ആരൊക്കെ അതിൻ്റെ അധികാരികളായിരിക്കേണ്ടത്, അതൊക്കെ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു ബില്ല് ശ്രീ ഡോക്ടർ വൈസ് ചാൻസലറായിരുന്ന സിറിയക് തോമസിൻ്റെ നേതൃത്വത്തിൽ, ഈ വാസ് ദ ചെയർമാൻ, നോട്ട് മീ. അപ്പം അവരൊരു നല്ല അതിനകത്ത് ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ബില്ല് റെഡിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വെറുതെ എടുത്ത് അസംബ്ലിയിലേക്ക് കൊടുത്താൽ മതി. പക്ഷേ അവരതിന് പകരം അത് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറേ നാളുകൊണ്ട് നടക്കുന്നു. അപ്പോൾ എന്ന് ഇതൊക്കെ പ്രാബല്യത്തിൽ വരും എന്നുള്ള സംശയത്തിലിരിക്കുമ്പോഴാണ് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ കോൺട്രവേഴ്സി വീണ്ടും വന്നത്. അത് LDFനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഷെൽവ് ചെയ്യാനാണ് സാധ്യത. കാരണം പാർലമെൻറ്റിൽ ഒരു അപ്രൂവൽ വരുന്നതിന് മുമ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ പോലും സാധ്യമല്ല. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ളത് കാണുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു, കുട്ടികൾ പുറത്തേക്ക് എന്തായാലും പോകും. അവർക്ക് സൗകര്യവും പണവും ഉണ്ടെങ്കിൽ പുറത്ത് പോയി പഠിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. നമ്മുടെയൊക്കെ ഇവിടെ പഠിക്കുന്നത് നമ്മുടെ പേരൻസിന് പണം ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ടാണ്. എല്ലാ പേരൻസും നമ്മൾ ഏറ്റവും ദൂരെ അയക്കാൻ ശ്രമിക്കും കുട്ടികളെ. ഓക്സ്ഫോർഡിൽ അയക്കാമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ കുറഞ്ഞ് കാനഡ ആവും. അപ്പോൾ അതുകൊണ്ട് പേരൻസിന് ഉള്ള ആഗ്രഹം ഒന്ന് വശത്ത്, പിന്നെ കുട്ടികൾക്ക് ഒരു ലിബറേഷൻ വേണമെന്ന് തോന്നുന്നുണ്ട്. അത് പല കുട്ടികളും കാനഡയിലൊക്കെ പോയിരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് പഠനം മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര ഫാമിലി കൺസ്ട്രെയിൻറ്റ്, ഒരുപാട് ഡിസിപ്ലിൻ, എവിടെ പോകുന്നു, രാവിലെ പോയി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ലിബറേഷൻ വേണമെന്നുകൂടെ കുട്ടികൾക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർ കഴിയുന്നത്ര വീട്ടിൽ നിന്ന് ദൂരെ പോകാൻ, പിന്നെ തൊഴിൽ സാധ്യത, അതാണ് പ്രധാനം. കാരണം പറഞ്ഞാൽ ബെറ്റർ ലൈഫ് എന്നുള്ള പൊതുവെ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം സാലറീസ് നോക്കിയാൽ 100 to 500% മോർ യു വിൽ ഗെറ്റ് ആസ് യു സ്റ്റാർട്ട് ഇൻ കാനഡ ഓർ US. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ ആരെ കൊണ്ടും സാധ്യമല്ല. പിന്നെ ഈ പണം ചെല്ലേണ്ട ഒരു പേരൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിച്ച് BA യും MA യും മേ ബി M.Ed കൂടി പഠിച്ചിട്ട് ഞാനിങ്ങനെ കോളേജുകളിൽ നടക്കുകയാണ് മോളെ കൊണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപയാണ്. അതപ്പോൾ ഇപ്പം തന്നെ മോൾക്ക് ചിലവാക്കിയാൽ അതിനേക്കാളും നല്ല ശമ്പളം അവിടെ കിട്ടുമല്ലോ എന്നുള്ളൊരു ലോജിക്കൽ ആർഗ്യുമെൻ്റാണ്. സൗണ്ട്സ് കൺവിൻസിങ്. പക്ഷേ ഇതിനൊക്കെ അൺസർട്ടനിറ്റീസ് ഒരുപാടുണ്ട്. 20 ലക്ഷം രൂപ ചിലവാക്കി ഒരാൾ കാനഡയിൽ അയച്ചു എന്ന് വെച്ച് ഒരു വലിയ പ്രതിഭയായിട്ട് മാറുമെന്നോ വലിയ ജോലി കിട്ടുമെന്നൊന്നും തീർച്ചയൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നത് രണ്ടായാലും നമുക്ക് പണം ചിലവാക്കണം. ഇവിടെ പഠിച്ചാലും പണം ചിലവാക്കണം, അവിടെ പഠിച്ചാലും പണം ചിലവാക്കണം. അപ്പോൾ ഇപ്പോഴേ അല്ല, ഇത് പുരയിടം വിറ്റ് 20 ലക്ഷം ഉണ്ടാക്കി അയക്കുന്നതായിരിക്കും ഒരു പക്ഷേ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ പുറകെ പൈസയും കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒരു ലോജിക്കലായിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ആയാലും ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിക്കൊള്ളട്ടെ. പക്ഷെ അവർ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമായതുകൊണ്ടാകരുത്. ദാറ്റ്സ് മൈ ആർഗ്യുമെൻറ്റ്.
അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വേണം. അതും ഇവർ പോകുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പർച്യൂണിറ്റി പണ്ടേ ആളുകൾ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ 60s ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ പോയിട്ടല്ലേ അമേരിക്ക തന്നെ ഇത്ര വികസിച്ചത്, പലതരത്തിലുള്ള ടെക്നോളജികൾ. അതെ, അതുപോലെ നമ്മുടെ നാട്ടിലും അതിന് ഗുണമുണ്ടായിട്ടില്ലേ. ഇവിടെ ഗൾഫ് മന്ദിരങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലും ഗൾഫ് മന്ദിരങ്ങളുണ്ടല്ലോ. അപ്പം പോകുന്ന രാജ്യത്തേക്ക് മാത്രമല്ല, എവിടെ നിന്ന് പോകുന്നോ അവിടേക്കും ഗുണമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് മൂവ്മെൻറ്റ്സിന് നമ്മൾ എൻകറേജ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫണ്ട്, അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഇപ്പം SSLCക്ക് ഉൾപ്പെടെ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടില്ലാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പ്രൈവറ്റൈസേഷൻ, അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നത് തന്നെയായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്. അല്ല, അത് മാത്രം കൊണ്ട് ശരിയാവില്ല. പക്ഷേ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമല്ലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. പിന്നെ കേരളത്തിൽ ഒരു റെക്കോർഡ് തന്നെ ഉണ്ടല്ലോ. ഇവിടെ കേരളത്തിലെ എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ അല്ല, ഇത് മിഷണറീസിൻ്റേത് അല്ലെങ്കിൽ NSSൻ്റെ, SNDP. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനോട് ഇത്ര വലിയ വിരോധം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം അത് നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഭയം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു ഐഡിയോളജിക്കൽ ഭയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഐഡിയോളജിക്കൽ ഇത് ബേർഡൻ മാറ്റിവെച്ചാൽ എല്ലാവർക്കും മനസ്സിലാകാവുന്നതാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് നെസസറി എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു തീരുമാനത്തിലെത്തിയെന്നുള്ളത് തീർച്ചയായിട്ടും 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് സംഭവിക്കുന്നെങ്കിൽ വളരെ നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ വിദേശ സർവകലാശാലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ UAE-യിലാണെങ്കിൽ നിരവധി വിദേശ സർവകലാശാലകൾ ഇതാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അതിൻ്റെ വേണ്ടിയിട്ട് ഇപ്പോൾ ബില്ല് വരുന്നു, പാർലമെന്റിൽ പാസ്സാക്കാനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് വിദേശ സർവകലാശാലകളുടെ വരവ്, നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം ഗുണകരമാവുന്നതാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഇല്ല, കോമ്പറ്റീഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഉണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ പോകണമെന്നായിരിക്കുമല്ലോ ആഗ്രഹം. സോ നാച്ചുറലി അതേഴ്സ് ഹാവ് ടു ഇംപ്രൂവ്. നമ്മുടെ ബാങ്കിങ് പണ്ടൊക്കെ ഓർമ്മയില്ലേ, 10 രൂപ, നിങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കും, ഞങ്ങളൊക്കെ ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു 10 രൂപയുടെ ചെക്ക് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിൽ പോയാൽ അര ദിവസം അവിടെ നിൽക്കണം. ആദ്യം ഒരു ടോക്കൺ തരും. ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്കിൻ്റെ സിമ്പിൾ ഒരു ടോക്കണാണ്. അപ്പോൾ അത് വെച്ചിട്ട് കാത്തു നിൽക്കണം ഹോൾ ഡേ. ഇപ്പോൾ അങ്ങനെയല്ലോ, യുവർ ബാങ്ക് ഈസ് ഇൻ യുവർ പോക്കറ്റ്. അതെങ്ങനെ വന്നു? ബിക്കോസ് പ്രൈവറ്റ് ബാങ്ക്സും ഓവർസീസ് ബാങ്ക്സും ഇവിടെ വന്നപ്പോൾ ദേ കുഡ്ന്റ് ഹോൾഡ് ഓൺ ടു ദെയർ ഓൾഡ് മെത്തേഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം അതിൽ വരും സൈക്കോളജിക്കലായിട്ട്. അതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നയതന്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ UAE റിലേഷനിലേക്ക് വരുമ്പോൾ, ഇപ്പം അടുത്തിടെ അബുദാബിയിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു, ഭാരത് മാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഇന്ത്യ UAE ബന്ധത്തെ എങ്ങനെ കാണാം? ഇപ്പോൾ ഇന്ത്യ UAE ബന്ധം പണ്ടത്തെക്കാളും ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ടോ? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആബ്സല്യൂട്ട്ലി, മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് 1981 ഒരു പ്രധാനമന്ത്രി UAE സന്ദർശിച്ചത്. അതിനുശേഷം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, UAE എന്തൊക്കെ മാറ്റങ്ങളുണ്ടായിട്ടും ആരും അതിന് താല്പര്യം കാണിച്ചില്ല. അതിന് പ്രധാന കാരണം UAE വാസ് കൺസിഡേർഡ് ടു ബി ഇൻ ദ അമേരിക്കൻ ക്യാമ്പ്. നമ്മൾ നോൺ അലൈൻഡാണ്, അതുപോലെ ഇസ്ലാമിക് ക്യാമ്പാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെപ്പറ്റി വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അപ്പം ശ്രീ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്നെ അന്ന് സംശയമുണ്ടായിരുന്നു, ഇതെങ്ങനെ നടക്കും. കാരണം ഒരു ഹിന്ദു അജണ്ടയുള്ള ഒരു പ്രധാനമന്ത്രി എങ്ങനെ ഇവരിവിടെ സ്വീകരിക്കും. പിന്നെ പാകിസ്ഥാനുമായിട്ടും UAEക്ക് വലിയ ലിങ്കേജസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വന്നു. UAE കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങി. GCC വളരെയധികം വികസിച്ചു. നമുക്ക് മറ്റ് GCC ബന്ധമുണ്ടായി. പക്ഷേ ആദ്യത്തെ തവണ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ ശ്രീ യൂസഫ് അലിയോടൊരു ചോദ്യം ചോദിച്ചു, ഈ മതത്തിൻ്റെ പ്രോബ്ലം ഒന്നും വരില്ലേ, അദ്ദേഹത്തെ നന്നായിട്ട് സ്വീകരിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിന് മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് മതവും ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് അമേരിക്കയിലാണ്, അവരെല്ലാം ക്രിസ്ത്യാനികളല്ലേ. അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ക്രിസ്ത്യാനികൾ വരട്ടെ, ഹിന്ദുക്കൾ വരട്ടെ, ബിസിനസ് നല്ലതാണെങ്കിൽ ഞങ്ങളെല്ലാവരോടും ഒന്നിച്ച് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സത്യമായി വന്നു. പ്രധാനമന്ത്രി 7 തവണയാണ് UAE സന്ദർശിച്ചത്. അമേരിക്കയിൽ പോലും അതേ 7 തവണ പോയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് മാത്രം ഒരു വെൽക്കം ഇവിടെ നിന്ന് കിട്ടിയ ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തേത്, ഹീ ഈസ് ഓൾസോ വെരി ഇതിൽ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അപ്പം ഈ ടെമ്പിളിൻ്റെ കാര്യത്തിന് സിംബോളിക്കായിട്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ബാപ്സ് ടെമ്പിൾ ഇവിടെ വരുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് UAEയുടെ സഹിഷ്ണുതയാണ് മറ്റേ നമ്മളെക്കാളും. നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ UAE പോലുള്ളൊരു രാജ്യം നമ്മളൊരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലോകം മാറിയിരിക്കുന്നു, അതിൻ്റെ ബിസിനസ് അറ്റ്മോസ്ഫിയർ മാറിയിരിക്കുന്നു.
അത് രണ്ടുപേർക്കും പ്രയോജനപ്പെടുകയാണ്. ഇങ്ങനെ ഇത്രയും നല്ല ബന്ധം വേറൊരു രാജ്യമായിട്ട് നോക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അത്രത്തോളം ഇന്ത്യക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. കാരണം ഇന്ത്യക്കാർക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ അത്രയും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ബന്ധങ്ങൾ, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ബന്ധങ്ങൾ അധികം പുരോഗമിച്ചിരുന്നില്ല പണ്ടതാണ്. ഇപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് നമുക്കിങ്ങനൊരു ആഹ്ലാദകരമായൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ സർ പറഞ്ഞതിന് മോദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും ഉപരിയായിട്ട് BJPയുടെ പ്രതിനിധി എന്നതിലുപരിയായിട്ട് ഇവർ കാണുന്നത് ഇന്ത്യയുടെ പ്രതിനിധി എന്ന രീതിയിൽ തന്നെയാണ്. അതെ, ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ പ്രതിനിധി എന്നും, പിന്നെ അദ്ദേഹത്തിനുള്ള തൻ്റെ വ്യൂസ് പേഴ്സണൽ വ്യൂസ് ആണ്. പക്ഷേ UAE-ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇസ്രയേലുമായിട്ടുള്ള ബന്ധം UAE സ്ഥാപിച്ചപ്പോഴും നമ്മളതിനകത്തൊരു ഭാഗമായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഹമാസ് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് GCC കൺട്രീസ് മുഴുവനും ഇസ്രയേലുമായിട്ട് ബന്ധം പുലർത്താൻ ശ്രമിക്കുകയായിരുന്നു. നമ്മൾ UAE-യും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും ചേർന്ന്, ഇസ്രയേലും ചേർന്നൊരു ക്വാഡ്, മിഡിൽ ഈസ്റ്റ് ക്വാഡ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് വളരെ മുന്നോട്ട് പോകുമായിരുന്നു ഈ ഹമാസ് അറ്റാക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ. ഇപ്പോൾ ഹമാസ് അറ്റാക്ക് ഉണ്ടായില്ല. ഹമാസിൻ്റെ അറ്റാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പാലസ്റ്റീൻ അജണ്ടയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യ, ഇസ്രയേൽ, അമേരിക്ക, ഈ ഒരു ബന്ധം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നില ലോകരാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ നേരത്തെയുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്രയേലുമായിട്ടാണെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ആണെങ്കിലും നയതന്ത്ര ബന്ധത്തിൻ്റെ കാര്യത്തിൽ ചിലർ കാനഡയായിട്ടും മാലിയായിട്ടും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് മാലിയുടെ ഒരു ഇഷ്യൂ അതപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാലിയുടെ ഇഷ്യൂ അത്ര നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതല്ല, മറ്റുള്ളവര് അതേ ഒരു സപ്പോർട്ട് തരുമ്പോൾ നമുക്കത് നേരത്തെ നമ്മുടെ നെയ്ബേഴ്സ്, ചാണക്യൻ തന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അടുത്ത നെയ്ബേഴ്സിനോട് നിങ്ങൾക്ക് ഒരിക്കലും നല്ല ബന്ധം പുലർത്താൻ സാധ്യമല്ല. അതൊരു വലിയ രാജ്യത്തിന്, അത് അമേരിക്കയുടെ കഥ നോക്കിയാലും ഏത് രാജ്യത്തിൻ്റെ കഥ നോക്കിയാലും തൊട്ടടുത്തുള്ളവർ. അപ്പോൾ നമ്മൾ ദൂരെ പോകണം കുറച്ചും കൂടെ. അതാണ് ഈ സൗത്ത് ഏഷ്യക്ക് പകരം സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ബന്ധം വരുന്നത്. ഈ നെയ്ബേഴ്സിൻ്റെ ഡിമാൻഡ്സ് വളരെ കൂടുതലാണ്. നമ്മളൊരു വലിയ രാജ്യം അവർക്കെപ്പോഴും ഭയമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് ക്ലെയിംസ് ഉണ്ടാക്കും. നമ്മൾ കുറേയൊക്കെ കൊടുത്താൽ പോലും, ഇപ്പം പ്രധാനമന്ത്രി, ഗുജറാൾ സാബ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ഗുജറാൾ ഡോക്ടറിനെ ഉണ്ടാക്കി. നമ്മൾ ക്ലോസ് നെയ്ബേഴ്സിന് വേണ്ടി അൺറെസിപ്രോക്കലായിട്ട് ഹെൽപ്പ് ചെയ്യണം, നമ്മൾ വലിയ രാജ്യമാണ്, അവർ ചോദിക്കുന്നത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവം IPKF-നെ ഉടനെ പുറത്താക്കണം എന്ന് ശ്രീലങ്ക ആവശ്യപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗുജറാൾ ഡോക്ടറിനൊക്കെ പോയി. അപ്പോൾ എന്ത് തരത്തിൽ പറഞ്ഞു, മിസസ് ഗാന്ധി ആണെങ്കിൽ ആ കാലത്ത് വളരെ ശക്തമായിട്ട് റെസിപ്രോസിറ്റി ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നേപ്പാൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും നോക്കാത്തതുകൊണ്ട് ഷീ ക്ലോസ് ദ ബോർഡർ. ഒരിക്കലും അങ്ങനെ ഉണ്ടായി. 4 ദിവസം പെട്രോൾ പോലും കിട്ടില്ലായിരുന്നു നേപ്പാൾ. അതായിരുന്നു മിസസ് ഗാന്ധിയുടെ പോളിസി. സോ നെയ്ബേഴ്സ് മസ്റ്റ് ബിഹേവ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൺസെഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റെസിപ്രോസിറ്റി വേണം. ഗുജറാൾ സാബ് പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഇവർക്ക് കൺസെഷൻസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടായില്ലല്ലോ. കച്ചാത്തീവ് ശ്രീലങ്കയ്ക്ക് കൊടുത്തു, 3 ബിഗ ബംഗ്ലാദേശിന് കൊടുത്തു. ആരെങ്കിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്? അവർ അതിനെപ്പറ്റി ഒരു നന്ദി പോലും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അവർ വീണ്ടും വീണ്ടും പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഈ നെയ്ബേഴ്സുമായിട്ട് ഉണ്ടാവും. ഇപ്പം മാൾഡീവ്സിനൊക്കെ ഇന്ത്യയുടെ സൗഹൃദമില്ലാതെ അവർക്ക് നിലനിൽക്കാൻ പോലും കഴിയില്ല. അതൊരു ഫോൾസ് പാരഡൈസിലാണ് അദ്ദേഹം. ചൈന എങ്ങനെ ഇവിടെ വന്ന് അവരെ രക്ഷിക്കുമോ? ഇപ്പോൾ ഇന്ത്യ എന്തെങ്കിലും, അവർ അവിടെ മിലിറ്ററി കൂ ഉണ്ടായപ്പോൾ ചൈന വന്നിട്ടല്ല രക്ഷിച്ചത്, നമ്മളല്ലേ രക്ഷിച്ചത്. വെള്ളമില്ലാതെ വന്നപ്പോൾ ആദ്യം വെള്ളം കൊടുത്തയച്ചത് നമ്മളാണ്. അപ്പം മാൾഡീവ്സ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥലത്ത്. അതുകൊണ്ടാണ് അതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്. അങ്ങനെയാണെങ്കിലേ ജയിക്കുള്ളൂ എന്ന് തോന്നിയുകൊണ്ട് ഇലക്ഷൻ അങ്ങനെ ഇന്ത്യ ഔട്ട് എന്നുള്ള ഒരു പോളിസി മുന്നോട്ട് വെച്ചു. അത് അദ്ദേഹം ജയിച്ചു. പക്ഷേ ഇപ്പം തന്നെ അൺറെസ്റ്റ് ഉണ്ട് അവിടെ. അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ അദ്ദേഹം ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ഗെറ്റ് എ മെജോറിറ്റി. അപ്പോൾ അതൊരു സാരമില്ല. പക്ഷേ കാനഡയുടെ കാര്യത്തിൽ അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. കാരണം അവരത് റേസ് ചെയ്തു, പബ്ലിക്കായിട്ട് റേസ് അതിലെനിക്ക് അതിശയം തോന്നി. അതും G20 കഴിഞ്ഞ ഉടനെ. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ പൊതുവെ ഇന്ത്യ വളരെയധികം അക്സെപ്റ്റബിൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ പഴയ നോൺ അലൈൻമെൻ്റ് അല്ലല്ലോ നമ്മൾ പറയുന്നത്, മൾട്ടി അലൈൻമെൻറ്റാണ്. ഏത് രാജ്യമായിട്ടോ നമുക്ക് നല്ല ബന്ധം ഉണ്ടാകാം, അവരുടെ സിസ്റ്റമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പണ്ട് നമ്മൾ നാച്ചുറൽ അലൈസിനെ നോക്കിയിരുന്നു. ഇപ്പോൾ നോൺ അലൈൻമെൻറ്റുമായിട്ട് ബന്ധമുള്ളവർ. ഇതുകൊണ്ട് ഇപ്പോൾ അൺനാച്ചുറൽ ആയാലും അലൈസ് ആണെങ്കിൽ അലൈസ്. അമേരിക്കയായിട്ട് നമുക്ക് വളരെ നല്ല ബന്ധമല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. പക്ഷേ ബിസിനസ് ചെയ്യണോ അല്ലെങ്കിൽ താല്പര്യങ്ങളുണ്ട്,
ഒരു പുതിയ വേൾഡ് ഓർഡർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതിൻ്റെ എവിടെയാണ് ഇത് വരാൻ പോകുന്നത്? കാരണം ഐക്യരാഷ്ട്ര സംഘടന സെൻട്രലായിട്ടുള്ള വേൾഡ് ഓർഡർ ഇല്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കാരണം അമേരിക്കൻസ് UN-നോട് യാതൊരു ഇത് കാണുന്നത് UN വാസ് പാരലൈസ്ഡ്. അപ്പോൾ ഒരു പുതിയ ഗ്ലോബൽ ഓർഡറിന് വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ എല്ലാവരുടെയും ശ്രമം മറ്റൊരാളതിൻ്റെ നേതാവാണെന്നല്ല, നമ്മളതിൻ്റെ നേതാവാണെന്നല്ല. ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ സൗത്ത് രൂപീകരിച്ചു. അപ്പോൾ നാച്ചുറലായിട്ടും ചൈനയും റഷ്യ അതിനെ എതിർക്കും. കാരണം അവർക്കും അതിൻ്റെ ലീഡർഷിപ്പ് വേണം. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പൊതുവെ ഇന്ത്യ ഈസ് ടേക്കൺ സീരിയസ്ലി. ഒരു നല്ല കാര്യമാണെങ്കിൽ ഇന്ത്യ സ്വീകരിക്കും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ കാരണത്തിൽ തന്നെ G20-യിലാണല്ലോ ആദ്യമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടായത്. ഓൺ ദ ഗ്രൗണ്ട് ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ. പക്ഷേ റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് G20 നിന്നാണ് വന്നത്. സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നോ ജനറൽ അസംബ്ലിയിൽ നിന്നോ അല്ല. സോ വി ഹാവ് ക്രിയേറ്റഡ് എ ന്യൂ ഇൻസ്ട്രുമെൻറ്റ്. അതൊക്കെ ഇപ്പോൾ ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും ഒരുപക്ഷെ ഞാനെപ്പോഴും പറയുന്നത് G20 മേ ബിക്കം എ ഡ്രീം സെക്യൂരിറ്റി കൗൺസിൽ എന്നാണ്. ആരും അതിനോട് എഗ്രി ചെയ്യുന്നില്ല. പക്ഷേ G20 ഈസ് മോർ റെപ്രസെൻറ്റേറ്റീവ്. അതിനകത്ത് വീറ്റോയും ഇല്ല. പിന്നെന്താ നോക്കേണ്ടത്? സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രോബ്ലം ഇറ്റ് ഈസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഇനഫ്. ഇന്ത്യയില്ല, ജപ്പാനില്ല, ജർമ്മനി ഇല്ല, ഇതിലെല്ലാവരും ഉണ്ട്. അതുകൂടാതെ ആർക്കും വീറ്റോയും ഇല്ല. പിന്നെ എന്തുകൊണ്ട് G20 സെക്യൂരിറ്റി കൗൺസിൽ ആകുന്നില്ല? അതാരും സമ്മതിക്കില്ല എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ ഇറ്റ് ഹാസ് ടു അറ്റ്ലീസ്റ്റ് വർക്ക് ആസ് എ വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ. അതാണ് നമ്മൾ ഡൽഹി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പ്രാധാന്യം തീർച്ചയായും ധാരാളമായി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചൊരു എന്താണ്, ഞാനതിന് സസ്പിഷൻ എന്ന് പറഞ്ഞപ്പോൾ ആരോ കറക്റ്റ് ചെയ്തു. അല്ല, സസ്പിഷൻ അല്ല, ഒരു envy-ആണ് മേ ബി. അങ്ങനെ ഇന്ത്യക്കൊരു ബിഗ് സക്സസ് വിൽ ഓൾസോ മീൻ മോർ ന്യൂ പ്രോബ്ലംസ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ഇനിയും കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം നമ്മൾ നിർത്തിയാണ്. ഏതായാലും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിന് വളരെയധികം നന്ദി. വളരെ നന്ദി അന്വേഷണിച്ചത്.